ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അനു കോഡ്ഹം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. PHP-ലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ ഒക്കെ ടൈം വരുവാണല്ലേ, അപ്പോൾ നമ്മൾ ഏജ് ക്രൈറ്റീരിയ പറയും. അതായത് ഇപ്പോൾ ഒരു കൊച്ചിനോട് പറയും, നിനക്ക് 18 വയസ്സിന് മുകളിലാണെങ്കിൽ ഓക്കെ നിനക്ക് വോട്ട് ചെയ്യാം. ഇനി നിന്റെ ഏജ് 18 വയസ്സിൽ താഴെയാണെങ്കിൽ നീ വോട്ടിന് എലിജിബിൾ അല്ല, ഇങ്ങനെ പറയാറില്ലേ. ഇതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന PSP സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. മെയിനായിട്ട് PSP-യിൽ 2 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് ഇഫ് എൽസും, രണ്ടാമത്തത് സ്വിച്ച് കേസും. ഇഫ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ അതിൻ്റെ വേർഡ് മീനിങ് തന്നെ, ഇതാണെങ്കിൽ ഇതല്ലെങ്കിൽ അങ്ങനെ പറയില്ലേ, അതാണ്. അതായത് ഇഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഈഫിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ എൽസിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഞാൻ ഒരു വേരിയബിൾ ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഏജിൻ്റെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഏജിൻ്റെ റേഞ്ച് ചെക്ക് ചെയ്യുകയാണ്. സപ്പോസ് എൻ്റെ ഏജ് 13 ബിലോ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തായിരിക്കും, ഒരു ചൈൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. യു ആർ എ ചൈൽഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. നമ്മുടെ സ്ക്രീനിൽ കണ്ടില്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന 10 13-നെക്കാളും ബിലോ ആയതുകൊണ്ട് പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് രണ്ടാമത് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. എൽസ്, അതായത് 13 എബോവ് ആണ് നമ്മുടെ ഏജ് ഉള്ളതെങ്കിൽ യു ആർ നോട്ട് ചൈൽഡ് എന്ന് പറഞ്ഞ്, സോറി നോട്ടിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ക്ഷമിക്കണം കേട്ടോ. യു ആർ നോട്ട് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 20 ആണ് ഏജ് ആയതുകൊണ്ട് യു ആർ നോട്ട് ചൈൽഡ് എന്ന് ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആദ്യം നമ്മൾ പറയും ഈ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ അങ്ങനെ വരുന്നതാണ് ഇഫ് എൽസ് ഇഫ് കണ്ടീഷൻസ്. നമ്മൾ ആദ്യം ഒരു 13 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ചെക്ക് ചെയ്യുന്നത് ഏജ് 18 ബിലോ ആണോ എന്നാണ്. 18 ബിലോ ആണെങ്കിൽ അതെന്തായിരിക്കും, അഡൽട്ട്, ഒരു ടീനേജർ ആയിരിക്കും. ഇനി 65 ബിലോ ആണെങ്കിലോ അതൊരു അഡൽട്ട് ആയിരിക്കും. ഇനി 65 എബവ് ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിരിക്കും. അപ്പോൾ ഈ 3 കണ്ടീഷനും ഒരു ഏജ് വേരിയബിളിൽ ഈ 3 കണ്ടീഷനും ചെക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഏജ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 30 ആയതുകൊണ്ട് അതൊരു അഡൽട്ട് ആയിരിക്കും അല്ലേ. ഔട്ട്പുട്ട് സ്ക്രീനിൽ യു ആർ അഡൽട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു വന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് കേസാണ്. സ്വിച്ച് നമുക്ക് ഇഫ് എൽസ് പോലെ തന്നെയാണ്, സിൻടാക്സ് വൈസ് ഡിഫറൻസ് ഉള്ളൂ. വേറൊരു കീവേഡ്, ഒരു ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസമാണ്. നമ്മളിവിടെ ഒരു സ്ട്രിങ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഡേ എന്ന് പറഞ്ഞ് STR ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് സ്പെസിഫൈ ചെയ്ത് വാല്യൂ മൺഡേ ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ വേരിയബിൾ ആയിട്ട് ഒരു ഡേ കിട്ടിയിട്ടുണ്ട്. അത് വീക്കിൻ്റെ സ്റ്റാർട്ടാണോ വീക്ക് എൻഡ് ആണോ അതോ ഒരു റെഗുലർ ഡേ ആണോ എന്ന് കൊടുക്കുകയാണ്. അതായത് മൺഡേ അല്ലേ നമ്മുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ. അപ്പോൾ നമ്മൾ ഈ വേരിയബിളിൽ അസൈൻ ചെയ്തിരിക്കുന്നത് മൺഡേ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. മൺഡേ ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് വീക്ക് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഇനി സപ്പോസ് എന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്വിച്ച് കേസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരും, ബ്രേക്ക് കീവേഡ് യൂസ് ചെയ്തിട്ട്. അപ്പം ഇതിൻ്റെ സിൻടാക്സ് എന്താണ്, സ്വിച്ച് എന്ന് പറഞ്ഞ കീവേഡ് കേസിൻ്റെ അകത്ത് ആ വേരിയബിളുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ട വാല്യൂ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു. എഗെയിൻ നമ്മളൊരു കേസ് കൊടുക്കുന്നു. കേസിൻ്റെ ഉള്ളിൽ ഫ്രൈഡേ ആണോ എന്ന് കൊടുക്കുന്നു. ഈ വേരിയബിളിൻ്റെ വാല്യൂ ഫ്രൈഡേ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വീക്കെൻഡ്, ഒരു വീക്കെൻഡ് ആയിരിക്കും അല്ലേ. എഗെയിൻ നമ്മൾ സ്വിച്ച് കേസിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലും ഇത് അപ്ലൈ ആവുന്നില്ല, എല്ലാം ഫാൾസ് ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം മൺഡേ ഫ്രൈഡേ അല്ലാത്ത ഏതെങ്കിലും ഒരു ഡേ ആണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് എ റെഗുലർ ഡേ എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മൺഡേ ആയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടാണെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു റെഗുലർ ഡേ, അതായത് ട്യൂസ്ഡേ ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, ഒരു റെഗുലർ ഡേ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ ഔട്ട്പുട്ട് വരുന്നത്. അടുത്ത നമ്മൾ കൊടുക്കാൻ പോകുന്നത് വേരിയബിളിൻ്റെ വാല്യൂ ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി വീക്കെൻഡ് ആയിരിക്കും, വീക്കെൻഡ് ഡേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക.